ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ 6ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പാബ്ലോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ പാബ്ലോവും തന്റെ കസിനായിട്ടുള്ള ഗുസ്താവും കൂടി ഒരു കാർ റേസ് എല്ലാം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ കാർ റേസിൽ ഗുസ്താവോ ജയിച്ചതും പാബ്ലോ ഗുസ്താവോനെയും തന്റെ സുഹൃത്തുക്കളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വിജയത്തിന്റെ ഒരു ഫോട്ടോ എല്ലാം എടുക്കുന്നു. അവിടെ കടിച്ചത് പ്രസന്റിൽ പാബ്ലോയുടെ ആ റേസ് കാറിനെല്ലാം കാവൽ നിന്ന ആൾക്കാരെ ആ കാറിന്റെ അകത്തിട്ട് ചുട്ടുകൊന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പാബ്ലോക്ക് തന്റെ ഒരുപാടധികം മെമ്മറീസ് എല്ലാമുള്ള ആ കാർ കത്തിച്ചിരിക്കുന്നത് കണ്ട് വളരെയധികം ദേഷ്യമെല്ലാം വരുന്നു. അവൻ തന്റെ ആൾക്കാരുടെ അടുത്ത് ജൂഡിയായിരിക്കും ഇതെല്ലാം ചെയ്യാൻ സാധ്യതയെന്നും, എന്നാൽ ജൂഡിക്ക് ഇതൊറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അവൾ മറ്റാരുടെങ്കിലും സഹായം തേടിയിട്ടുണ്ടാവുമെന്നും, അതുകൊണ്ട് അവരെല്ലാം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നു. പാബ്ലോയുടെ ഈ തിരക്കൂട്ടിലെല്ലാം കണ്ടതും കാർലോസ് ഈ കാര്യമെല്ലാം ചെയ്തത് ജൂഡിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ലെന്നും, അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒരു അന്വേഷണമെല്ലാം നടത്തിയ ശേഷം അവന്മാരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്ന് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് കൊളംബിയയിലെ ഒരു ക്രിസ്മസ് സമയമാണ് കാണിക്കുന്നത്. കൊളംബിയയിലെ കൊച്ചുകുട്ടികളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയം കസ്താനിയ ബ്രദേഴ്സും ബെർണയും ചേർന്നുകൊണ്ട് പാബ്ലോയുടെ ആൾക്കാരെ എല്ലാം കൊന്ന ശേഷം പബ്ലിക് പ്ലേസുകളിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയിടുന്നു. കൂടാതെ ഇതെല്ലാം ചെയ്ത് പുതിയൊരു സംഘടനയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ലോസ് പേപ്പേഴ്സ് എന്നൊരു പേര് കൂടി അവന്മാരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്നു. പബ്ലിക് പ്ലേസുകളിലെല്ലാം ഇതുപോലെ നിറച്ച് ഡെഡ് ബോഡികൾ വരാൻ തുടങ്ങിയതോടെ മീഡിയക്കാരെല്ലാം ഷസാറിന്റെ പോരായ്മ കാരണമാണ് ഇങ്ങനെയെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷസാറിന് നേരെ ഡിബേറ്റുകളെല്ലാം നടത്തുന്നു. ലോസ് പേപ്പേഴ്സ് ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അവരൊരു ഇല്ലീഗൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അവരെ ഡയറക്റ്റായി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഷസാർ തൽക്കാലം നമ്മുടെ ലക്ഷ്യം പാബ്ലോ ആണെന്നും, പാബ്ലോയുടെ കേസെല്ലാം അവസാനിച്ച ശേഷം നമുക്ക് ലോസ് പേപ്പേഴ്സിനെ പറ്റിയെല്ലാം ചിന്തിക്കാമെന്ന് പറയുന്നു. അവിടെ ചെയ്ത് മിലിറ്ററി ഫോഴ്സിന്റെ ഒരു മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. അവിടെ കേണൽ മാർട്ടിനസ് പാബ്ലോയുടെ ബലങ്കയായിട്ടുള്ള ഹൈറോൺ തന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നും, അതുകൊണ്ട് അടുത്ത തവണ അവൻ വീട്ടിൽ വരുമ്പോൾ അവനെ എന്തായാലും പിടികൂടണമെന്ന് തന്റെ ഫോഴ്സിന്റെ അടുത്ത് പറയുന്നു. ജാവിയറിന് മിലിറ്ററി എങ്ങാനും ഹൈറോണിനെ പിടികൂടിയാൽ അവർക്ക് ഹൈറോണിൽ നിന്നും പാബ്ലോയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാടധികം സമയമെടുക്കും എന്നറിയാവുന്നത് കൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞതും ഇൻഫർമേഷൻ കിട്ടിയ ഉടൻ തന്നെ ജാവിയർ ഈ കാര്യം ചെന്ന് ബെർണയുടെ അടുത്ത് പറയുന്നു. ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ കസ്താനിയ ബ്രദേഴ്സ് പോലീസും മിലിറ്ററിയും എല്ലാം അവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഹൈറോണിനെ വീട്ടിൽ നിന്നും പിടിച്ചോണ്ട് പോകുന്നു. എന്നാൽ ഹൈറോണിനെ ലോസ് പേപ്പേഴ്സ് പിടിച്ചോണ്ട് പോയ കാര്യം അറിഞ്ഞതും സ്റ്റീവിന് അവരുടെ ഇൻഫോർമേഷൻ ചോർന്നത് എവിടെയാണ് എന്ന കാര്യത്തിൽ സംശയമെല്ലാം തോന്നുന്നു. ഇത് മനസ്സിലാക്കിയ ജാവിയർ ഹൈറോണിനെ ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു മെമ്പർ ഫോളോ ചെയ്ത് വരാൻ സാധ്യതയുണ്ടെന്നും, അങ്ങനെയാവാം അവർ ലൊക്കേഷനെല്ലാം ട്രേസ് ചെയ്തതെന്ന് സ്റ്റീവിന്റെ അടുത്ത് ഒരു കള്ളക്കഥയെല്ലാം ഉണ്ടാക്കി പറയാൻ വേണ്ടി നോക്കുന്നു. ലോസ് പേപ്പേഴ്സ് ഹൈറോണിനെ കൊന്നുകളഞ്ഞ ശേഷം അവന്റെ ബോഡി ഒരു പുഴയിൽ കൊണ്ടുപോയിടുന്നു. അവിടെ കട്ട് ചെയ്ത് തന്റെ വീട്ടിൽ ഒരുപാടധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത്. ഈ സമയം പാബ്ലോന്റെ അമ്മ ഈ വരുന്ന ക്രിസ്മസിനെ പാബ്ലോയുടെ മക്കളെയും കൂട്ടി പള്ളിയിൽ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ടതും പാബ്ലോയുടെ വൈഫായിട്ടുള്ള ടാറ്റ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് ഒട്ടും തന്നെ സേഫ് അല്ലെന്നും, ആരെങ്കിലും അവരെ ട്രാക്ക് ചെയ്ത് വരികയാണെങ്കിൽ അവരുടെ ലൈഫിന് തന്നെ ഇത് ആപത്താണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് വീട്ടിലിരുന്ന് ആഘോഷിച്ചാൽ മതിയെന്ന് പറയുന്നു. ഇത് കേട്ടതും പാബ്ലോയും ടാറ്റയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതേ സമയം പാബ്ലോയുടെ ആൾക്കാർ ഹൈറോന്റെ ബോഡി ഒരു പുഴയിൽ നിന്നും കിട്ടിയ കാര്യം പാബ്ലോയുടെ അടുത്ത് പറയുന്നു. അവിടെ ചെയ്ത് കാളിക്കാട്ടിലാണ് കാണിക്കുന്നത്. അവിടെ ഹിൽബർട്ടോ തന്റെ വൈഫിന്റെ കൂടെയെല്ലാം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം അവൻ ന്യൂസ് പേപ്പറിൽ ലോസ് പേപ്പേഴ്സിനെ പറ്റിയുള്ള വാർത്തയെല്ലാം കാണാൻ വേണ്ടി ഇടയാവുന്നു. ഇത് കണ്ടതും ഹിൽബർട്ടോ വേഗം തന്നെ പാച്ചോയെ വിളിച്ച് നമ്മൾ പാബ്ലോയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്തതെന്നും, എന്ന് കരുതി ഇതെല്ലാം നമ്മളാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് പാച്ചോയുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു. ഇവരുടെ സംസാരത്തിനിടയിൽ പാച്ചോ മയാമി കീഴടക്കുന്ന കാര്യത്തെ പറ്റിയെല്ലാം ഹിൽബർട്ടോയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും പാച്ചോയുടെ മയാമിയിലേക്ക് പോകാനുള്ള തിടുക്കം കണ്ടതും ഹിൽബർട്ടോ പാബ്ലോ ഇപ്പോഴും അവിടെ കോണ്ടാക്ട്സ് എല്ലാം കീപ് ചെയ്യുന്നുണ്ടെന്നും, അതുകൊണ്ട് അവൻ മൊത്തത്തിൽ താഴെ വീണ ശേഷം മാത്രമേ നമുക്ക് മയാമിയിലേക്ക് സപ്ലൈ ആരംഭിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അവിടെ ചെയ്ത് മിലിറ്ററി ഫോഴ്സിനെ പാബ്ലോയുടെ ജോലിക്കാരനായിട്ടുള്ള ബ്ലാക്കി തന്റെ കാമുകിയെ കാണാൻ വേണ്ടി ടൗണിലേക്ക് വരുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ എല്ലാം കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്.
ഇൻഫർമേഷനെ പറ്റിയെല്ലാം അറിഞ്ഞതും ജാവിയർ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഈ കാര്യം നേരെ ബർണയെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ ഈ സമയം സ്റ്റീവ് നേരെ മാർട്ടീനസിനെ ചെന്ന് കണ്ട് നമ്മൾ റെയ്ഡ് നടത്താൻ പോകാൻ വൈകിയാൽ ലോസ് പേപ്പേഴ്സ് അപ്പോഴേക്കും അവിടേക്ക് വരാൻ വേണ്ടി സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ബ്ലാക്കിയെ പിടികൂടാൻ വേണ്ടി അവിടേക്ക് പോകണമെന്ന് പറയുന്നു. ഫോൺ കോൾ എല്ലാം കഴിഞ്ഞു വന്ന ജാവിയർ എല്ലാവരും റെയ്ഡിന് പോകാൻ വേണ്ടി തയ്യാറാവുന്നത് കണ്ടതും അവന് ഈ ഒരു സമയം കസ്താനിയ ബ്രദേഴ്സ് അവിടേക്ക് വന്നാൽ രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നം രൂക്ഷമാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേഗം തന്നെ ബെർണയെ വിളിച്ച് ഈ പ്ലാൻ എല്ലാം അബോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. മിലിറ്ററിയും പോലീസും കൂടി ബ്ലാക്ക് നിൽക്കുന്ന ടൗണിലേക്ക് പോകാനുള്ള എൻട്രൻസും എക്സിറ്റും എല്ലാം ഒരു ചെക്ക് പോസ്റ്റ് പോലെ കവർ ചെയ്ത ശേഷം അതിലേക്ക് പോകുന്നതും വരുന്നതുമായിട്ടുള്ള എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഇതേ സമയം ബെർണയിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് കസ്താനിയ ബ്രദേഴ്സ് ഈ ടൗണിന്റെ അകത്ത് ചെന്ന് പെടുന്നു. അവർക്ക് ഈ ടൗണിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടി പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലായതും അവർ നേരെ ചെക്ക് പോസ്റ്റിൽ വണ്ടിയെല്ലാം സെർച്ച് ചെയ്തിരുന്ന കേണൽ മാർട്ടിനസിന്റെ മകന് നേരെ ഗണ്ണെല്ലാം പോയിന്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നറിഞ്ഞതും സ്റ്റീവും ജാവിയറും നേരെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. എല്ലാവരും പേടിച്ചു നിൽക്കുന്ന സമയം ജാവിയർ നേരെ കസ്താനിയ ബ്രദേഴ്സിന്റെ അടുത്ത് ചെന്ന് നമ്മുടെ കോമൺ ശത്രു പാബ്ലോ ആണെന്നും അങ്ങനെയുള്ളപ്പോൾ നമുക്കിടയിൽ എന്തിനാണ് പ്രശ്നം എന്നെല്ലാം പറഞ്ഞ് അവരുടെ ആൾക്കാരെ എല്ലാം അവിടെ നിന്നും രക്ഷപ്പെടുത്തി വിടുന്നു. സ്റ്റീവിന് ജാവിയറിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ ചെറുതായി സംശയമെല്ലാം തോന്നുന്നുണ്ടെങ്കിലും അവൻ ആ സമയം അവിടെ വെച്ച് അതിനെപ്പറ്റിയൊന്നും ചോദിക്കാതെ വിടുന്നു. ഈ ഒരു സമയം കൊണ്ട് തന്നെ ബ്ലാക്കിക്ക് അവിടെ പോലീസ് എല്ലാം വളർന്നിട്ടുണ്ട് എന്ന് മനസ്സിലായതും അവൻ കഷ്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. അവിടെ കട്ട് ചെയ്ത് തിരിച്ച് ഓഫീസിലേക്ക് വന്നിരിക്കുന്ന സ്റ്റീവിനെയും ജാബിറിനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം സ്റ്റീവ് ജാബിറിന്റെ അടുത്ത് നീ എന്തുകൊണ്ടാണ് കസ്താനിയ ബ്രദേഴ്സ് എന്ന നിന്റെ പുതിയ ഫ്രണ്ട്സിനെ എല്ലാം എനിക്ക് പരിചയപ്പെടുത്തി തരാതിരുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും ജാബിർ താൻ കസ്താനിയ ബ്രദേഴ്സിന്റെ കൂടെ നിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നും അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം തനിക്ക് നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം താൻ തന്റെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നുണ്ടെന്ന് സ്റ്റീവിന്റെ അടുത്ത് അവനെ ശാന്തനാക്കാൻ വേണ്ടി പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ഹിൽബർട്ടോയുടെ മകളുടെ മാരേജ് ഫംഗ്ഷനാണ് കാണിക്കുന്നത്. ഈ സമയം ഫംഗ്ഷനിൽ വെച്ച് ഒരു ഗംഭീര ബോംബ് സ്ഫോടനം തന്നെ ഉണ്ടാവുന്നു. സ്ഫോടനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്കെല്ലാം പരിക്കെല്ലാം പറ്റിയിരിക്കുന്നത് കണ്ടതും ഹിൽബർട്ടോ പാച്ചോടെയും തന്റെ സഹോദരന്റെയും അടുത്ത് ഇത് ആ ക്രൂവിനായിട്ടുള്ള പാബ്ലോയുടെ പണിയാണെന്നും അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ പാബ്ലോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതും അവന് വേണ്ടി ജോലി ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും നമ്മുടെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് കൊന്നുകളയാൻ വേണ്ടി പറയുന്നു. ഇതേ സമയം താൻ ഉണ്ടാക്കിയ ബോംബ് സ്ഫോടനത്തിൽ കാളിക്കാട്ടിലെ ആരും തന്നെ മരിച്ചില്ല എന്നറിഞ്ഞതും പാബ്ലോയ്ക്ക് തന്റെ പ്ലാൻ പാളിപ്പോയതോർത്ത് ചെറുതായി വിഷമമെല്ലാം ആവുന്നു. വിഷമിച്ച് നിൽക്കുന്ന പാബ്ലോയെ കണ്ടതും കാർലോസ് ഇനി പിള്ളേരെയും ടാറ്റയും ഒന്നും ഇവിടെ നിർത്തുന്നത് സേഫ് അല്ലെന്നും അതുകൊണ്ട് താൻ തിരിച്ചു പോകുമ്പോൾ താൻ അവരെയും തന്റെ കൂടെ യുഎസിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പാബ്ലോയുടെ അടുത്ത് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും പാബ്ലോ തനിക്ക് തന്റെ വൈഫിനെയും മക്കളെയും എല്ലാം ഒരിക്കലും വിട്ടുപിരിയാൻ വേണ്ടി സാധിക്കില്ലെന്നും കൂടാതെ ടാറ്റ വളരെയധികം ധൈര്യശാലിയായതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളത് ഒരുമിച്ച് നേരിട്ടോളാമെന്ന് കാർലോസിന്റെ അടുത്ത് ഉറപ്പിച്ചു പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് പാബ്ലോ അറിയാതെ ചർച്ചിലേക്ക് പോകുന്ന പാബ്ലോയുടെ അമ്മേനെയാണ് കാണിക്കുന്നത്. ഈ സമയം ചർച്ചിലുണ്ടായിരുന്ന ലോസ് പേപ്പേഴ്സിലെ ഒരു വ്യക്തി പാബ്ലോയുടെ അമ്മയെ അവിടെ വെച്ച് നോട്ടീസ് ചെയ്യാൻ വേണ്ടി ഇടയാവുന്നു. ഇതേ സമയം തന്നെ ഗവൺമെന്റിന്റെ എല്ലാ ഓഫീഷ്യൽസും കൂടി ക്രിസ്മസിന്റെ ഭാഗമായി ഒരു ഗെറ്റ് ടുഗദർ എല്ലാം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം ഗെറ്റ് ടുഗദറിൽ വെച്ച് DAയുടെ ഹെഡായിട്ടുള്ള മെസീന CAയുടെ ഹെഡായിട്ടുള്ള ബില്ലിന്റെ അടുത്ത് കാളിക്കാട്ടലിനെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളാണ് എന്ന കാര്യം തനിക്ക് മനസ്സിലായെന്നും അതുകൊണ്ട് ആ ഹെൽപ്പെല്ലാം എത്രയും പെട്ടെന്ന് നിർത്തിയില്ലെങ്കിൽ തനിക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് ബില്ലിന്റെ അടുത്ത് ചെറുതായി ഒരു ഭീഷണിയെല്ലാം മുഴക്കുന്നു. അവിടെയൊക്കെ ചെയ്ത് ചർച്ചിലെ പ്രയർ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുന്ന പാബ്ലോയുടെ അമ്മേനെയാണ് കാണിക്കുന്നത്. ഈ സമയം വീട്ടിലുള്ള എല്ലാവരും തന്നെ നോക്കി ദേഷ്യപ്പെട്ടോണ്ട് നിൽക്കുന്നത് കണ്ടതും പാബ്ലോയുടെ അമ്മ താനൊന്ന് പുറത്തുപോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ ഭൂമി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നു. എന്നാൽ ഇവരുടെ സംസാരം കഴിഞ്ഞ ഉടനെ കസ്താനിയ ബ്രദേഴ്സിന്റെ ആൾക്കാരെല്ലാം വന്നുകൊണ്ട് അവരുടെ വീടിന് നേരെ ചെറുപറ ഫയറിങ്ങെല്ലാം നടത്തുന്നു. ഈ സമയം പാബ്ലോയും വൈഫും കൂടി മക്കളെയെല്ലാം വിളിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും പാബ്ലോയുടെ വൈഫിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവളുടെ ബ്രദറിനെ കസ്താനിയ ബ്രദേഴ്സ് വെടിവെച്ച് കൊല്ലുന്നു. പാബ്ലോ ഒരുവിധം അവിടെ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് തന്റെ കുടുംബത്തെയും കൂട്ടി അവിടെ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. അവൻ തനിക്ക് നേരെ ജൂഡിയോ ഗവൺമെന്റോ
കസ്താനിയ ബ്രദേഴ്സോ ആര് വേണമെങ്കിലും വന്നാലും താൻ അവരെല്ലാം ധൈര്യത്തോടെ നേരിടുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പറയുന്നു. ഈ സമയം പാബ്ലോയുടെ മകൾ തനിക്ക് തണുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും പാബ്ലോ തീ ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ വിറകെല്ലാം എടുത്ത് നോക്കുന്നുണ്ടെങ്കിലും വിന്റർ കാരണം അവിടുത്തെ വിറകെല്ലാം നനഞ്ഞു പോയിരിക്കുന്നത് കണ്ടതും അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം എടുത്ത് കത്തിച്ചുകൊണ്ട് തന്റെ മകൾക്ക് തണവ് മാറാൻ വേണ്ടിയുള്ള തീയെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. പാബ്ലോയ്ക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്റെ വൈഫിനെയും മക്കളെയും ആയതുകൊണ്ട് അവൻ ടാറ്റയുടെ അടുത്ത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവരോടെല്ലാം ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറയുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.